ഞാനിപ്പോൾ ആയിരിക്കുന്നത് കേരളത്തിൽ ഈ ദിവസങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തു വിട്ട ഒരു കയ്യേറ്റ ഭൂമിയുടെ കവാടത്തിലാണ് നിൽക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെയും ക്രൈസ്തവ വിശ്വാസ സമൂഹത്തെ പോലും വേദനിപ്പിച്ച്, സർക്കാരിനെ പോലും വേദനിപ്പിച്ച്, പൊതുജനങ്ങളുടെ മുമ്പിൽ വലിയ കുറ്റവാളിയായി നിൽക്കുന്ന ഭീകര കയ്യേറ്റക്കാരൻ സജിത്ത് ജോസഫ് എന്ന ചങ്ങനാശ്ശേരിക്കാരൻ ഒരു സുവിശേഷ പ്രസംഗകൻ്റെ പ്രോപ്പർട്ടിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്തുകൊണ്ട് സജിത്ത് കയ്യേറി? സജിത്തിന് എങ്ങനെ ഇത്രയും വലിയ പ്രോപ്പർട്ടി കയ്യേറാൻ വേണ്ടി സാധിച്ചു? എൻ്റെ മുന്നിലേക്ക് വന്ന 3 ചോദ്യങ്ങളിൽ രണ്ടാമത്തത്, സജിത്തിന് ഈ കയ്യേറിയ ഈ പ്രോപ്പർട്ടിയിൽ 2 ഏക്കർ 52 സെൻറ്റോളം വരുന്ന ഈ ഭൂമിയിൽ ഇതുപോലെ വലിയ കെട്ടിടങ്ങൾ പണിയാൻ ആരാണ് പെർമിഷൻ കൊടുത്തത്? മൂന്നാമത്തെ ചോദ്യം, ഈ കയ്യേറ്റ ഭൂമിയിൽ മലയോട് ചേർന്ന്, ഫോറസ്റ്റിനോട് ചേർന്ന് എങ്ങനെയാണ് ഒരു കുരിശ് സ്ഥാപിക്കാൻ ധൈര്യം കിട്ടിയത്? സജിത്ത് ഈ കേരള സമൂഹത്തെ, ക്രൈസ്തവ സമൂഹത്തെ ചതിക്കുകയും വഞ്ചിക്കുകയും കുറ്റാരോപിതനായിട്ട് നിർത്തുകയല്ലേ ചെയ്തത്? ഈ ഉത്തരങ്ങൾ തേടിയാണ് ഞാൻ ഈ മണ്ണിൽ വന്നിരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ അതിരുകൾ കാണണം. ഇവിടെ 2 സൈഡ് ഫോറസ്റ്റ് ഉണ്ട് എന്ന്, രേഖകളുണ്ട് എന്നൊക്കെയാണ് ചാനലുകളോടെ ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അതിരുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ അതിരെന്താണ്? ഫോറസ്റ്റ് ഭൂമി ഉണ്ടോ? ജണ്ടയുണ്ടോ? അതിരുണ്ടോ? അതോ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന കാടിൻ്റെ നടുവിൽ, റിസർവ് ഫോറസ്റ്റിൻ്റെ നടുവിൽ സജിത്ത് വന്ന് കൂടാരം കെട്ടി താമസിക്കുന്നതാണോ എന്നറിയാൻ ഉള്ള ആഗ്രഹവുമായിട്ട് നമുക്ക് അതിരുകളിലേക്ക് നീങ്ങാം. ഞാൻ ഇങ്ങോട്ട് എത്തിയപ്പോൾ ആദ്യം തന്നെ തദ്ദേശവാസികളായ 1-2 പേരെ കണ്ടിരുന്നു. അവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, ഈ വിവാദ ഭൂമി ഇതൊരു തേയിലത്തോട്ടമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ 2 സൈഡുകളിലും നിൽക്കുന്ന തേയിലച്ചെടികളാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. 2021 സജിത്ത് ജോസഫ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത് എന്ന് രേഖകളിൽ നിന്ന് വ്യക്തമാണ്. അതിനപ്പുറത്തേക്ക് ആർക്കും ആരോപണങ്ങളുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ നിലവിലുള്ള തേയിലച്ചെടികൾ കയ്യേറി സജിത്ത് അത് സ്ഥാപിച്ചിട്ടുണ്ടാകുക, അല്ലെങ്കിൽ അത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകുക 2021 ശേഷമാണ്. പക്ഷെ നമുക്ക് ഈ തേയിലച്ചെടികളുടെ ചുവടുകളിലേക്ക് നോക്കിയാൽ അറിയാം, ചുരുങ്ങിയത് ഒരു 30-40 വർഷത്തെയെങ്കിലും പഴക്കം നമുക്ക് ഈ തേയിലച്ചെടികളിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ 40 വർഷം മുമ്പ് തൊട്ട് തന്നെ അങ്ങനെയാണെങ്കിൽ ഈ കയ്യേറ്റം ഉണ്ട് എന്നുള്ളത് തെളിവാണ്. ഈ 2.5 ഏക്കർ പ്രോപ്പർട്ടിയുടെ കവാടത്തിലേക്ക് നമ്മൾ കയറി അതിരിലേക്ക് നോക്കുമ്പോൾ തന്നെ നീളത്തിൽ ഈ പ്രോപ്പർട്ടിയുടെ അതിരിനോട് ചേർന്ന് ഒരു അതിര് കയ്യാല നമുക്ക് കാണാം. അതിര് കയ്യാല തീർച്ചയായിട്ടും ഒരു കർഷക കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്ന കാർഷിക മേഖലയിൽ നിന്ന് വരുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും, എന്ത് കളിച്ചാലും ഒരു 30 വർഷം, 40 വർഷം, 50 വർഷത്തിന് മേലെയെങ്കിലും അതിന് പഴക്കമുണ്ടാവും. പഴയ കാട്ടുകല്ലുകൾ കൊണ്ട് കെട്ടിയ ഒരു വലിയ നീണ്ട മതിൽ ഇതിന് ചുറ്റുമുണ്ട്. അവിടെ ആരംഭിക്കുന്നത് തന്നെ ജണ്ടയിൽ നിന്നാണ്. കരിങ്കല്ലുകൾ കൊണ്ട് കെട്ടിയെടുത്ത ജണ്ട ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ആരംഭ സൈഡിൽ തന്നെ കിടപ്പുണ്ട്. ഒരു സൈഡ് മുഴുവൻ ജണ്ട. ആ ജണ്ടയോട് ചേർന്ന് നെറ്റ് കൊണ്ട് വേലി കെട്ടി ഈ പ്രോപ്പർട്ടി സുരക്ഷിതമാക്കിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. താഴെ മുതൽ ഈ ഒരു അതിര് മുഴുവൻ, ഫോറസ്റ്റുമായിട്ട് അതിര് പങ്കിടുന്ന ഒരു സൈഡ് മുഴുവൻ നിലവിൽ നമുക്ക് കയ്യാല കാണാൻ വേണ്ടി സാധിക്കും. ജണ്ടയുണ്ട്. അതോട് ചേർന്ന് ഈ പ്രോപ്പർട്ടി ഓണറായ സജിത്ത് നിലവിൽ പൈപ്പിട്ട് നെറ്റിട്ടിട്ടുണ്ട്. ആ നെറ്റിനോട് ചേർന്ന് ഈ കയ്യാലയിൽ നിൽക്കുന്ന, ഈ അതിര് കയ്യാലയിൽ നിൽക്കുന്ന മരത്തിൻ്റെ ചുവട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതെത്രമാത്രം പഴക്കമുണ്ടെന്ന്. അതുമാത്രമല്ല, ഈ കയ്യാലയും ഈ നെറ്റും തമ്മിൽ ഏറ്റവും മിനിമം 1/2 ഫീറ്റെങ്കിലും, 1/2 അടിയെങ്കിലും അകലം, 1/2 അടി തൊട്ട് 1 അടി വരെ അകലം പല സ്ഥലത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്രയും സ്ഥലം ഇട്ടതിന് ശേഷമാണ് ഈ നെറ്റ് പോലും ഇവിടെ കാണുന്നത്. നമ്മൾ താഴെ കണ്ട ജണ്ടയിൽ നിന്നും, ഫോറസ്റ്റ് ജണ്ടയിൽ നിന്നും സ്ട്രെയിറ്റ് അതിർ ലൈൻ മേലേക്ക് വരുമ്പോൾ അവിടെ അടുത്ത ജണ്ടയുടെ ചോട്ടിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് കാണാം, ജണ്ടയിൽ നിന്നും 1/2 അടിയെങ്കിലും മാറിയിട്ടാണ് ഇവിടെയും ഈ വേലിയും നെറ്റും നിലനിൽക്കുന്നത്. നിലവിൽ ഫോറസ്റ്റിൻ്റെ ജണ്ട വളരെ കൃത്യമായിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന കരിങ്കല്ല്, കരിങ്കല്ല് കൊണ്ട് കെട്ടിയെടുത്ത, സിമെൻറ്റിട്ട് കെട്ടിയെടുത്ത 2ാമത്തെ ജണ്ടയുടെ ചോട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളിപ്പോൾ
ഈ കാണിക്കുന്ന ജണ്ട ഈ കേരളത്തെ വിറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഏറ്റവും വലിയ കയ്യേറ്റക്കാരൻ്റെ ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള ഏറ്റവും ടോപ്പിലുള്ള ജണ്ടയാണ്. ഫോറസ്റ്റുകാരിട്ടിരിക്കുന്ന ജണ്ട. ഇവിടെ ഈ ജണ്ടയും ഈ അതിരും തമ്മിൽ ഏറ്റവും മിനിമം ഒരു അടിയെങ്കിലും അകലം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുമാത്രമല്ല, അതിനപ്പുറത്ത് ഫോറസ്റ്റിൻ്റെ ഭൂമിയാണെന്നുള്ളത് ഈ ജണ്ട കൊണ്ട് വളരെ വ്യക്തമാണ്. ഈ ജണ്ട ഇട്ടിരിക്കുന്ന എന്തിനാണെന്നുള്ളത് ജനം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു വസ്തുതയാണ്. എന്തായാലും ഇതാണ് ഏറ്റവും ടോപ്പ്. ഈ കയ്യേറ്റക്കാരൻ്റെ ഭൂമിയിലെ കയ്യേറ്റ ഭൂമിയിലെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ജണ്ടയാണ്. ഇത് മിക്കവാറും സജിത്തിട്ടതാകാനാണ് സാധ്യത. പക്ഷേ കാണുമ്പോൾ എന്തായാലും അതിനൊരു 20 വർഷം 25 വർഷത്തെ പഴക്കം കാണുന്നുണ്ടെന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ മറ്റൊരെൻഡ് വിവാദമായ പൊളിക്കൽ കുരിശ് നാടകത്തിൻ്റെ ആ സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. സജിത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിർമ്മിച്ചതും റവന്യൂ അധികാരികൾ പൊളിച്ചു നീക്കിയതുമായ കുരിശിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ജണ്ടയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് ഈ ജണ്ടയിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ബൗണ്ടറി. ആ ബൗണ്ടറിയുടെ ഉള്ളിൽ നിൽക്കുന്ന സ്പോട്ടിലാണ് കുരിശിന് വേണ്ടി കുരിശ് നിർമ്മാണത്തിന് വേണ്ടി നാട്ടിയിരുന്ന തൂണുകൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. ബാക്കിയെല്ലാം റവന്യൂ അധികാരികൾ പൊളിച്ചിട്ടിരിക്കുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ കാണിക്കണം. ഇതിവിടെ വില്ലേജ് അധികാരികൾ ഇടുന്ന സർവേ കല്ല് വ്യക്തവും കൃത്യവുമായിട്ട് ഈ ജണ്ടയുടെ ചൂട്ടിൽ കിടപ്പുണ്ട്. ഈ ജണ്ടയുടെയും ഈ സർവേ കല്ലിൻ്റെ നടുവിലൂടെയാണ് ഈ അതിര് നെറ്റ് പോകുന്നത്. അവിടെ മതിലുണ്ട്. ആ മതിലിൻ്റെയും ഉള്ളിൽ സർവേ കല്ല് കിടപ്പുണ്ട്. ആ സർവേ കല്ലും കൃത്യമായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ അതിരിലൂടെ തന്നെ നമ്മൾ കടന്നു വരുമ്പോൾ ആ അതിരിൻ്റെ ഉള്ളിൽ ഒരു മൂലയിലായി, ഒട്ടും മൂലയെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല, എങ്കിലും ഒരു മൂലയോട് ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചുകൊണ്ടിരുന്ന തകർക്കപ്പെട്ട് കിടക്കുന്ന ആ കുരിശിൻ്റെ ചോട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതാണ് വിവാദം. കുരിശാണ് വിവാദം, കുരിശാണ് പ്രശ്നം. അപ്പോൾ തകർക്കപ്പെട്ട് കിടക്കുക. അത് വെറുതെ കട്ട് ചെയ്തിട്ടത് മാത്രമല്ല, അതിൻ്റെ ഓരോ വിങ്സ് പോലും ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഇനി ഇത് നിർമ്മിക്കാൻ പാടില്ല എന്ന പൂർണ്ണ ഉറപ്പോടെ റവന്യൂ അധികാരികൾ പോലീസിൻ്റെയും മറ്റും സാന്നിധ്യത്തിൽ സഹായത്തോടെ കൃത്യവും വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കുരിശിൻ്റെ സ്പോട്ടിൽ നമുക്ക് കാണാം അതിൻ്റെ ബൗണ്ടറി വാൾ നമുക്ക് കാണാം. ഈ അതിരിങ്ങനെ പോവുക, കുറച്ചുകൂടെ താഴേക്കുണ്ട് ഇതിൻ്റെ അതിര്, അങ്ങേയറ്റം വരെ നമ്മൾ പോകുന്നില്ല. ഈ ബൗണ്ടറി വാൾ നമുക്ക് കാണാം. അപ്പുറയും ഇതേപോലെ തേയിലച്ചെടികളുള്ള ഇതിൻ്റെ ബാക്കി പറമ്പ് കിടക്കുകയാണ്. അവിടുന്ന് താഴത്തേക്കാണ് ഇത് പോകുന്നത്. നമ്മളിവിടെ കൊണ്ട് നിർത്തുകയാണ് എന്ന് പറഞ്ഞാൽ നാല് സൈഡും വേലി കെട്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജണ്ടയ്ക്കകത്തും അതോടൊപ്പം തന്നെ റവന്യൂ അധികാരികളുടെ സർവേ കല്ലിൻ്റെ ഉള്ളിലുമാണ് ഈ വിവാദമായ കയ്യേറ്റ ഭൂമി കിടക്കുന്നത് എന്നൊരു വിചിത്രമായ കാര്യം എനിക്കിവിടെ വന്നപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ അതിര് മുഴുവൻ കാണിച്ചു, ജണ്ട കാണിച്ചു. ഇപ്പോൾ തന്നെ ഇത് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് കയ്യേറ്റ ഭൂമിയാണോ അതോ ഫോറസ്റ്റ് ആണോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ എന്നുള്ളത്. ഇനി ഞാൻ ഇവിടെ വന്ന് ഈ ഡോക്യുമെൻറ്റുകളെല്ലാം ആവശ്യപ്പെട്ടു. ഇവിടെ സജിത്ത് ഉണ്ടായിരുന്നില്ല, അദ്ദേഹം മംഗലാപുരത്ത് എവിടെയാണ്, വിളിച്ചു, ജസ്റ്റ് കിട്ടി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ സഹായികൾ എനിക്ക് ആ ഫയൽ എടുത്തു തന്നു. ഒരു അഭിഭാഷകൻ്റെ വളരെ സൂക്ഷ്മമായ കണ്ണുകളോടെ ഞാനത് മുഴുവൻ ഓരോ ഡോക്യുമെൻറ്റുകളും ഞാൻ വായിച്ചു. ആ വായിച്ചത് വെച്ച് മനസ്സിലാക്കിയ ഏതാനും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിന്റിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് കയ്യേറാൻ എങ്ങനെയാണ് സജിത്തിന് ധൈര്യം കിട്ടിയത്, ഇത്ര ഭൂമി കയ്യേറ്റ ഭൂമിയായിട്ട് ഇവിടെ കിട്ടുകയും ഇതുപോലെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ എങ്ങനെ സജിത്തിന് സാധിച്ചു എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഞാൻ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഈ പ്രോപ്പർട്ടി ഉറവിടം ഏറ്റവും മിനിമം 1959 നിലവിലുള്ള രേഖകൾ കൊണ്ട് മനസ്സിലാവുന്നു. കാരണം 59 ഈ LA പട്ടയത്തിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം 59 മഹസർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ കൃഷിഭൂമിയാണ്, ഇവിടെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മഹസർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയതിൻ്റെ രേഖ വിവരാവകാശ പ്രകാരം ഉള്ളത് ഈ ഫയലിൽ ഇരിപ്പുണ്ട്. അതിനുശേഷം പിന്നെയുള്ള ഡോക്യുമെൻ്റ്
1961 LA നമ്പർ 2236 2236/61 നമ്പറായി LA പ്രൊസീഡിങ്സിൻ്റെ കോപ്പിയാണ്. ആ പ്രൊസീഡിങ്സിൻ്റെ കോപ്പിയുണ്ട്. അതോടൊപ്പം ഒരു പട്ടയം കൂടെ അതിനകത്തുണ്ട്. ആ പട്ടയത്തിൻ്റെ നമ്പർ ഈ LA പ്രൊസീഡിങ്സ് 2236/61 പ്രകാരം പട്ടയം കിട്ടിയിരിക്കുന്നത് 968/61 പട്ടയം കിട്ടിയേക്കുക. 968 നമ്പർ പട്ടയമാണ്, പട്ടയത്തിൻ്റെ നമ്പർ അതാണ്. അപ്പോൾ പട്ടയം കിട്ടിയിട്ടുണ്ട്. ഈ പട്ടയം കിട്ടിയേക്കുന്ന ആർക്കാം? വരയാറ്റുകുടി M ശിങ്കാരി ലംബ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിക്കാണ് കിട്ടിയിരിക്കുന്നത്. M മുഹമ്മദ് കുഞ്ഞ് ശിങ്കാരി ലംബ എന്ന് പറയപ്പെടുന്ന ആൾക്ക് പട്ടയം കിട്ടിയിട്ടുണ്ട്. ആ പട്ടയത്തിൻ്റെ നമ്പർ 968. ഈ ശിങ്കാരി ലംബ അതിനുശേഷം 1991 അത് 3 പേർക്ക് കൈമാറ്റം ചെയ്യുകയാണ്. NG ലോറൻസ്, ജയരാമൻ, രാജ്കുമാർ എന്നിവർക്ക് ഡോക്യുമെൻ്റ് നമ്പർ 313/91 91 നമ്പർ ആധാരപ്രകാരം അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കിട്ടിയവരിൽ 2005 അതിൽ ജയരാമൻ എന്നയാൾ അദ്ദേഹത്തിൻ്റെ അവകാശം NG ലോറൻസിനും രാജ്കുമാറിനും ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒഴിമുറി ആധാരപ്രകാരം 175/2005 നമ്പർ ഒഴിമുറി ആധാരപ്രകാരം ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ജയരാമൻ്റെ ഒഴിഞ്ഞു കിട്ടിയ അവകാശമടക്കം തങ്ങൾക്ക് സ്വന്തമായിരിക്കുന്ന ഈ ഭൂമി 2007 ഈ NJ ലോറൻസും N രാജ്കുമാറും കൂടി മാത്യു സെബാസ്റ്റ്യൻ തൊട്ട് NM ആരോഗ്യരാജ് വരെയുള്ള 8 പേർക്കായിട്ട് അത് വീണ്ടും വിൽക്കുക. തീറാധാരത്തിൻ്റെ നമ്പർ 3493/2007 3493/2007 നമ്പർ ആധാരപ്രകാരം തീറാധാരമായിട്ട് അത് കൈമാറ്റം ചെയ്യാം. അങ്ങനെ ഈ കൈമാറ്റം ചെയ്ത വ്യക്തികളിൽ നിന്ന് 8 വ്യക്തികളിൽ നിന്നാണ് 2021 സജിത്ത് ജോസഫ് എന്ന് പറയപ്പെടുന്ന ഈ ആരോപിതനായി നിൽക്കുന്ന കയ്യേറ്റക്കാരനെന്ന് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സജിത്തിലേക്ക് ഡോക്യുമെൻ്റ് നമ്പർ 140/2021 ഈ പ്രോപ്പർട്ടി വന്നു ചേരുന്നത്. ഇതാണ് ഈ വസ്തുവിനെ സംബന്ധിച്ച് നിലവിൽ ഞാൻ ഇരിക്കുന്ന ഈ പറയുന്ന കയ്യേറ്റക്കാരൻ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഈ സ്ഥാപനങ്ങളൊക്കെ അടങ്ങുന്ന ഈ വിവാദമായ കുരിശെല്ലാം വെച്ചിരിക്കുന്ന വലിയ കുളം, ഒരു ദേശത്തെ മുഴുവൻ തകർക്കാൻ സാധ്യതയുള്ള ആ വലിയ കുളം, കടൽ പോലത്തെ കുളമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കിട്ടിയ എങ്ങനെയാണെന്നാണ് ഈ ഡോക്യുമെൻറ്റുകൾ നമ്മളോട് പറയുന്നത്. ഇത്രയും ഡോക്യുമെൻ്റ് പ്രകാരമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഈ ഡോക്യുമെൻറ്റുകളെല്ലാം ആധാരം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നികുതി വേണം, നികുതി രസീതി വേണം, പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം, എൻകംബറൻസ് കുടിക്കട്ട സർട്ടിഫിക്കറ്റുകൾ വേണം, സ്കെച്ച് വേണം, മാപ്പ് വേണം. ഇതെല്ലാം അടങ്ങുന്ന രേഖകളിലൂടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രേഖകൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് ആ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നടപടിക്രമങ്ങളുടെ കൈമാറ്റം ചെയ്ത് വന്നിരിക്കുന്ന സർക്കാർ 61 അനുവദിച്ച 968 നമ്പർ പട്ടയപ്രകാരം കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണിത്. ഇതിനെ കയ്യേറ്റമെന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം. അല്ലെങ്കിൽ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഈ പ്രോപ്പർട്ടിയെ സാധാരണ രീതിയിൽ ഏത് പേരിൽ വിളിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക. ഇനി ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ഡോക്യുമെൻറ്റുകൾ മാത്രം ഞാനിവിടെ വന്ന് പരിശോധിച്ചു. അവരെൻ്റെ കയ്യിൽ ആ ഡോക്യുമെൻറ്റുകളെല്ലാം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, ഈ 968 നമ്പർ പട്ടയത്തിൻ്റെ കോപ്പിയാണ്. പട്ടയം 968 നമ്പർ പട്ടയം, അതിൻ്റെ കോപ്പിയുണ്ട്. അതോടൊപ്പം തന്നെ അതിനു വേണ്ടി കൊടുത്ത താലൂക്കിൽ നിന്ന് കൊടുത്ത രേഖകൾ, വിവിധ എഴുത്തുകുത്തുകൾ രേഖകളുടെ ഭാഗമുണ്ട്. അന്ന് കോട്ടയം ജില്ലയാണ്, താലൂക്ക് കൊടുത്തിട്ടുണ്ട്, വില്ലേജ് കൊടുത്തിട്ടുണ്ട്, പിരിമേട് വില്ലേജിൽ പെട്ട സ്ഥലം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സർവേ നമ്പർ 534, 2 ഏക്കർ 52 സെൻറ്റ് സ്ഥലം, ഇങ്ങനെ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്ന രേഖകളുണ്ട്. 2024-25 സജിത്ത് ജോസഫിൻ്റെ പേരിൽ രസീത് നമ്പർ KL 06-07-03-848/2024 നമ്പറായി നികുതി അടച്ച പീരുമേട് താലൂക്കിൽ പീരുമേട് വില്ലേജിൽ സജിത്ത് ജോസഫ് എന്ന് പറയപ്പെടുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കയ്യേറ്റ ഭൂമിക്ക് നികുതി അടച്ചതിൻ്റെ രസീതായത്. കയ്യേറ്റ ഭൂമിക്ക് നികുതി അടച്ചിട്ടുണ്ട്. എവിടെയാണ്? പീരുമേട് വില്ലേജിൽ. അത് എമൗണ്ട് എത്രയാണെന്നറിയോ? എമൗണ്ട് ഉണ്ട് ഏകദേശം
1214 രൂപയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നികുതി അടച്ചേക്കുന്നതിൻ്റെ റസീദിയ. എന്തായാലും കയ്യേറ്റക്കാരൻ നികുതി അടച്ചിട്ടുണ്ട്. മനോഹരമായ ഒരു കാര്യമാണത്. അതോടൊപ്പം തന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റും ഇവിടെയുണ്ട്. ഈ ഭൂമിക്കാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 4-ാം തീയതി, മാർച്ച് മാസം 4-ാം തീയതി ഈ വിവാദങ്ങൾക്കെല്ലാം കാരണമാകുന്ന നിരോധന ഉത്തരവ് കിട്ടുന്നത്. ഈ 4-ാം തീയതി കിട്ടിയ ഉത്തരവ് എൻ്റെ കയ്യിൽ ഇവർ തന്നത് പ്രകാരം എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് ഞാൻ അതിനെപ്പറ്റി അതൊന്ന് വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അതിനകത്ത് ഇങ്ങനെ പറയുക: താങ്കളുടെ കൈവശത്തുള്ള തണ്ടപ്പേർ ഇത്ര നമ്പറിൽ സർവേ നമ്പർ 534 ഉൾപ്പെട്ട് വരുന്ന 60.70, അതോടൊപ്പം 010239 സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം നിർണ്ണയിക്കുന്നതിനും 1964 പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ച് അനധികൃത നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുമായി താങ്കളുടെ കൈവശത്തുള്ള പട്ടയം വരെയുള്ള ആധാരങ്ങളുടെ പകർപ്പ്, പുറകോട്ടുള്ളതാണ്, മുന്നോട്ടുള്ളതല്ല, പുറകോട്ടുള്ള ആധാരങ്ങളുടെ പകർപ്പ്, പഞ്ചായത്തിൽ നിന്നുള്ള കെട്ടിട നിർമ്മാണത്തിനായുള്ള അനുമതി പത്രം എന്നിവ പീരുമേട് ഭൂരേഖ തഹസിൽദാർ മുമ്പാകെ 7 ദിവസത്തിനകം ഹാജരാക്കണം എന്ന് പറഞ്ഞ് ഇത് കൊടുത്തിരിക്കുന്നത് വില്ലേജ് ഓഫീസറാണ്. ഒപ്പിട്ടിരിക്കുന്നത് വില്ലേജ് ഓഫീസർ പീരുമേട് 4/3/2025. ഈ 4/3/2025 ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തിട്ട് തൊട്ട് അന്ന് തന്നെ അതേ വില്ലേജ് ഓഫീസർ പീരുമേട് വില്ലേജ് ഓഫീസർ 4/3/2025 കൊടുത്തിരിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പതിവ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആയത് കേരള ഭൂസംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ്. അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കാൻ ഉത്തരവാകുന്നു. ആ ഉത്തരവാണ് ഈ കാണുന്നത്. ഒരേ ദിവസം തന്നെ 7 ദിവസത്തെ എക്സ്പ്ലനേഷൻ ചോദിക്കുകയും 7 ദിവസത്തിനകം വിശദീകരണം തരണമെന്ന് ആവശ്യപ്പെടുകയും അതേ ദിവസം തന്നെ അങ്ങനെ ആവശ്യപ്പെട്ട അതേ ഓഫീസർ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവ് കൊടുക്കുകയും ചെയ്യുന്നു. ഇനി അതിലും വിചിത്രമായൊരു കാര്യമുണ്ട്. ഞാനത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാനിവിടെ വരുന്നത് അല്പം ദേഷ്യത്തോടെയും അരിശത്തോടെയും സജിത്തിനോടുള്ള അതിയായ അമർഷത്തോടെയുമാണ് ഞാനിവിടെ വരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ മാറി. ഞാനിത് കണ്ട അതിപ്രധാനമായൊരു കാര്യം, ഈ 4/3/2025 ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ഉത്തരവ് കൊടുക്കുന്നതിനും 11 ദിവസങ്ങൾക്ക് മുമ്പോ, ഏകദേശം 10-11 ദിവസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ചാനൽ ഇത് അനധികൃത കയ്യേറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടു, ന്യൂസ് ചാനലുകൾ പുറത്തുവിട്ടു. ഒരു നോട്ടീസ് പോലും കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു വാർത്ത മാധ്യമങ്ങളിലൂടെ പുറലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ കയ്യേറ്റക്കാരനെ എന്ത് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ആയിരിക്കും ഇവർ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഇതൊരു വലിയ അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇതിൻ്റെ പുറകിൽ വലിയൊരു അജണ്ടയുണ്ട്. ഈ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് കയ്യേറ്റക്കാരനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ദോഷം എന്താണെന്നറിയോ? ഈ പരുന്തുംപാറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഇപ്പോൾ ലോകം മുഴുവൻ അറിയുന്നത്, മലയാളികളുള്ളത് മുഴുവൻ അറിയുന്നത് ഇവിടെ സജിത്തിന് മാത്രം, ഈ കയ്യേറ്റക്കാരനായ അക്രമിയായ സജിത്തിന് മാത്രമാണ് ഭൂമിയുള്ളത്. വേറെ ആർക്കും ഭൂമിയില്ല. ഞാനിവിടെ വന്നു, ഈ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് കണ്ടു, കല്യാൺ ഗ്രൂപ്പിന് ഇവിടെ വലിയ റിസോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ജോസ്കോ ഗ്രൂപ്പിന് വലിയ റിസോർട്ടുകളുണ്ട്. കേരളത്തിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകൾക്കെല്ലാം വലിയ റിസോർട്ടുകളുള്ള വലിയൊരു മേഖലയാണ് ഈ പരുത്തുംപാറ എന്ന് പറയപ്പെടുന്ന. 100 കണക്കിന് റിസോർട്ടുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് ആ സ്പെഷ്യൽ റെസിഡൻസ് എന്ന സ്കീമിൽപ്പെടുത്തിക്കൊണ്ട് സജിത്ത് ജോസഫ് ഈ കെട്ടിട നിർമ്മാണം പഞ്ചായത്തിൽ നിന്ന് അനുമതി വാങ്ങി ആരംഭിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുക. ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആരോപണം വരാൻ സാധ്യത? കാരണം വില്ലേജ് റവന്യൂ അധികാരികൾ കൊടുത്ത ഒരു ഉത്തരവ് പ്രകാരം ചെറിയൊരു അടിസ്ഥാനപരമായ മിസ്റ്റേക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. അതായത് പീരുമേട് വില്ലേജിൽ 534 നമ്പർ പ്രകാരമുള്ള സർവേ നമ്പറിലാണ് ഈ കെട്ടിടം, ഈ സ്ഥലം നിൽക്കുന്നത്. ആ നമ്പറിലാണ് നികുതി അടയ്ക്കുന്നത്, അതിനാണ് പൊസഷനുള്ളത്. പട്ടയം കിട്ടിയിരിക്കുന്നത് ആ ഭൂമിക്കാണ്. അന്ന് പട്ടയം കിട്ടുന്ന സമയത്ത് ഇത് കോട്ടയം ജില്ലയാണ്. പീരുമേട് വില്ലേജിൽപ്പെട്ട 534 നമ്പർ സർവേ നമ്പർ പ്രകാരമുള്ള ഭൂമി കൈവശം വെച്ച് അനുഭവിച്ച് വന്നിരുന്ന സമയത്ത് എവിടെയോ
ഒരു ചെറിയ തർക്കം വരുന്നുണ്ട്. ആ തർക്കം എവിടെയാണെന്നറിയോ? ഈ 534 എന്ന് പറയപ്പെടുന്ന പീരുമേട് പഞ്ചായത്തിൽ വില്ലേജിൽ വരുന്ന ഈ ഭൂമി മുഴുവൻ പിന്നീട് രൂപീകരിച്ച, ഈ അടുത്ത കാലഘട്ടങ്ങളിൽ രൂപീകരിച്ച മഞ്ജുമല എന്ന് പറയപ്പെടുന്ന വില്ലേജിൽ വരുന്നതും ആ വില്ലേജിലെ 441 നമ്പർ സർവേ നമ്പറിൽ പെട്ടതുമാണ് എന്ന ഒരു വാദം റവന്യൂ അധികാരികൾ ഉയർത്തുകയാണ്. അങ്ങനെ ഉയർത്തപ്പെട്ടെങ്കിലും 2024-25 വരെ പീരുമേട് നികുതി എടുത്തിട്ടുണ്ട് ഈ ഭൂമി. അങ്ങനെ ഉയർത്തപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചിട്ട് തർക്കം നിലനിൽക്കുമ്പോൾ ഇവിടുത്തെ തദ്ദേശവാസികളും രാഷ്ട്രീയ അധികാരികളുടെ MLA-മാരുടെയും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, കേരള സർക്കാർ 30/10/2017 ഒരു പരിപത്രം ഇറക്കുന്നുണ്ട്. 30/10/2017 നമ്പർ 35735 3573/5/A2/2015 നമ്പറായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഉത്തരവ് പുറത്തിറക്കുന്നുണ്ട്. ആ ഉത്തരവിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം മാത്രം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. അതെങ്ങനെയാണ്? മേൽപ്പറഞ്ഞ അധികാരികൾ പലപ്പോഴും അലക്ഷ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനാലാണ് പട്ടയത്തിൽ വസ്തുവിൻ്റെ സർവേ നമ്പർ തെറ്റായി രേഖപ്പെടുത്തുവാൻ ഇടയാകുന്നത്. പട്ടയത്തിൽ സർവേ നമ്പർ തെറ്റായി എഴുതുന്നത് തഹസിൽദാരും ആയത് അംഗീകരിക്കുന്ന ജില്ലാ കളക്ടറുമാണ്. അവർ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം പട്ടയദാർ അല്ലെങ്കിൽ പട്ടയം കൈമാറ്റം ചെയ്ത് ലഭിച്ചവർ അനുഭവിക്കണമെന്ന ന്യായം ഉചിതമല്ല. തെറ്റ് ചെയ്തത് ഉദ്യോഗസ്ഥരാണെങ്കിൽ അത് തിരുത്തി നൽകേണ്ട ബാധ്യത പ്രസ്തുത ഉദ്യോഗസ്ഥരെ നിക്ഷിപ്തമാണ്. മേൽ വിവരിച്ച സാഹചര്യത്തിൽ കർശനമായ പരിശോധനകൾ നടത്തിയും കൃത്യമായി ബോധ്യപ്പെടുന്നതിനെയും അടിസ്ഥാനത്തിലും നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടും തഹസിൽദാർമാർക്ക് പട്ടയത്തിലെ സർവേ നമ്പറിൽ തിരുത്തൽ വരുത്താവുന്നതും അപ്രകാരം തഹസിൽദാർമാർ നടത്തുന്ന തിരുത്തലുകൾ ജില്ലാ കളക്ടർ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായി അംഗീകരിക്കാവുന്നതും അതോടൊപ്പം ഈ നടപടികൾ കൂടുതൽ സുതാര്യവും അഴിമതിരഹിതവുമായിരിക്കുവാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതാണെന്നും എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ സാർ ഒപ്പിട്ട രേഖയാണ് ഈ കിടക്കുന്നത്. ഈ രേഖ പ്രകാരം ഇന്നുവരെ ഈ പീരുമേട് വില്ലേജിലെ ഈ പറയുന്ന തെറ്റിക്കിടക്കുന്ന സർവേ നമ്പറിൽപ്പെട്ട ഭൂമി അത് മഞ്ജുമല വില്ലേജിലേക്ക് മാറ്റിക്കൊടുക്കാൻ തയ്യാറാകാതെ ഈ പറയുന്ന മാധ്യമങ്ങളുടെ എല്ലാം കൂട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് ഈ നിയമപ്രകാരം കാശ് കൊടുത്ത് വാങ്ങി രജിസ്റ്റർ ചെയ്ത് പട്ടയപ്രകാരം ഭൂമി സ്വകാര്യ ഭൂമി കൈവശം വെച്ച് വരുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നടത്തുന്ന ഈ നീക്കമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതിൻ്റെ പുറകിൽ വലിയൊരു ലോബിയുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ കണ്ടതുപോലെ ഈ പറയുന്ന കയ്യേറ്റക്കാരൻ സജിത്തിനെ കത്തോലിക്ക സഭയിൽ നിന്ന് പോലും പുറത്താക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകളല്ലേ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത്. ഈ തെളിവുകളാണ് ഇതൊന്നും കാണാതെ, ഇതൊന്നും പരിശോധിക്കാതെ ഇവിടുത്തെ മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരുകാരൻ ആലക്കോട് ജനിച്ച് പെന്തക്കോസ്ത് സഭയിൽ പോയി തിരിച്ച് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്ന് ലത്തീൻ സഭയിൽ അംഗമായി വിജയപുരം രൂപതയിൽ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുന്ന അദ്ദേഹത്തെ കത്തോലിക്ക സഭയിൽ നിന്ന് പോലും പുറത്താക്കണമെന്ന് പറയുന്നത് ഈ ഡോക്യുമെൻറ്റുകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തെ പുറത്താക്കുക തന്നെ വേണ്ടേ? നിങ്ങൾ ചിന്തിക്കണം. അദ്ദേഹത്തെ പുറത്താക്കിയാൽ മാത്രം പോരാ, ഈ സ്ഥാപനങ്ങളും ഈ മണ്ണും എല്ലാം ഇടിച്ച് നിരത്തി ലെവലാക്കി ഇവിടെ അന്ന് 60, 70, 80 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ കയ്യേറ്റ സമയത്ത് ഉണ്ടായിരുന്ന പറയപ്പെടുന്ന മരങ്ങളെല്ലാം അതേപടി നമുക്ക് കൊണ്ടുവന്ന് വെച്ച് ഇതിനെ കാടായിട്ട് തന്നെ നിലനിർത്തണം. അതിനുവേണ്ടിയുള്ള ഒരു അധ്വാനമാണ് ഇനി നമ്മൾ നടത്തേണ്ടത്. അത് മാത്രമല്ല, ഇത് അദ്ദേഹം വാങ്ങിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ? അദ്ദേഹം ഇവിടെ ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്തു, അത് പഞ്ചായത്ത് അനുവദിച്ചു. അവിടെ ബിൽഡിംഗ് കെട്ടുന്നതിന് വേണ്ടി അദ്ദേഹം KCB കണക്ഷൻ കൊടുത്തു, പെർമിഷൻ അപേക്ഷ കൊടുത്തു. KCB അന്വേഷിച്ചിട്ട് കയ്യേറ്റ ഭൂമി ആയതുകൊണ്ട് അവർ 3 ഫേസ് ലൈൻ തന്നെ കൊടുത്തു. അതാ ഏറ്റവും പ്രത്യേകത. ഇത് കയ്യേറ്റ ഭൂമി ആയതുകൊണ്ട് അവർ സിംഗിൾ ഫേസ് കൊടുത്തില്ല, 3 ഫേസ് അങ്ങ് കൊടുത്തു. എന്തൊരു രസമെന്നറിയോ, എന്തുമാത്രം മനോഹരം. അങ്ങനെ എല്ലാം കൂടി കിട്ടിയ ഈ ഭൂമിയാണ് ഇപ്പോൾ നമ്മൾ കയ്യേറ്റ ഭൂമിയായിട്ട് ചിത്രീകരിക്കുന്നത്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളോടെല്ലാം ബഹുമാനമുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളൊക്കെ വാർത്ത കൊടുക്കുമ്പോൾ അതിനകത്തുള്ള സത്യം എന്താണെന്ന് നിങ്ങളൊന്ന് ചെകേണ്ടേ?
ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വിവരാവകാശം കൊടുത്ത് ഈ രേഖകളെല്ലാം നിങ്ങൾ എടുത്ത് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം ഒരു വീഡിയോ ചെയ്യുവാൻ. അതല്ലെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ, ഈ ഇതിൻ്റെ ഉടമസ്ഥരുണ്ടല്ലോ, അവരോട് വന്ന് ചോദിച്ച് അവരുടെ കയ്യിൽ നിന്ന് രേഖകൾ മേടിച്ച് അതൊന്ന് പരിശോധിക്കാനെങ്കിലും ഉള്ള ഒരു ചെറിയ ശ്രമമെങ്കിലും പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങളുടെയൊക്കെ മനോബലങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, ഭാര്യയും മക്കളെ അടക്കം ഈ പൊതുസമൂഹത്തിൽ വലിച്ചു കീറേണ്ട ഒരു കാര്യമുണ്ടാകുമായിരുന്നോ? ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഒരേ ഒരു കാര്യം, അത് അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കുകൾക്ക് തീവ്രത കൂടി എന്നുള്ളത് പറയാതിരിക്കാൻ തരമില്ലാത്തത് കൊണ്ട് ഞാനത് പറയുകയാണ്. നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരിക. ആരാണ് ഇതുപോലെ ഒരു ഭൂമിയിൽ ഇത്ര വലിയ നിർമ്മാണങ്ങൾ നടത്താൻ സജിത്തിന് അനുമതി കൊടുത്തത്? നമ്മൾ ആദ്യത്തെ പോയിന്റിൽ കണ്ടു, ഡോക്യുമെൻറ്റുകൾ പ്രകാരം അത് കയ്യേറ്റ ഭൂമിയാണോ അതോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ, സജിത്തിന് പൂർണ്ണ അധികാരമുള്ള പ്രോപ്പർട്ടിയാണോ എന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ കയ്യേറ്റ ഭൂമി എന്ന് ആരോപിക്കുന്ന ഭൂമിയിൽ ഇതുപോലൊരു ബിൽഡിംഗ് പണിയാൻ പെർമിഷൻ കൊടുത്തത്? ഞാനിവിടെ വന്നപ്പോൾ കണ്ടു 5 ബിൽഡിങ്ങുകൾ ഏകദേശം 1500-നും 2000 സ്ക്വയർ ഫീറ്റിനും ഇടയിലായി നിർമ്മിക്കപ്പെട്ട ഫയർ സേഫ്റ്റി സെക്യൂരിറ്റി സംവിധാനങ്ങൾ അടക്കമുള്ള ഫയർ എക്സ്റ്റിങ്വിഷർ, ഫയർ സ്റ്റെയർകേസുകളൊക്കെ അടക്കമുള്ള ചെറിയ മനോഹരമായ ബിൽഡിങ്ങുകൾ. അങ്ങനത്തെ 5 ബിൽഡിങ്ങുകളാണ് എൻ്റെ പുറകിൽ നിങ്ങൾ ഈ കാണുന്നത്. ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ആരാണ് സജിത്തിന് അനുമതി കൊടുത്തത്? ഞാനിവിടെ വന്ന രേഖകൾ കണ്ടു. ആ രേഖകൾ പ്രകാരം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി 24/2/2021 ഉത്തരവ് പ്രകാരം പെർമിറ്റ് നമ്പർ A2BA 49,548/2021 ആയിട്ടാണ് ഈ കെട്ടിട നിർമ്മാണ അനുമതി നൽകിയിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കെട്ടിട നിർമ്മാണം അനധികൃതമാണോ അല്ലയോ എന്നുള്ളത് ഇനി തീരുമാനിക്കേണ്ടത് കാഴ്ചക്കാരും ഇത് വ്യക്തമാകുന്നവരുമാണ്. മാധ്യമങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്, മാധ്യമങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, വിമർശകർക്ക് മനസ്സിലായിട്ടില്ല, കയ്യേറ്റം ആരോപിക്കുന്നവർക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇനി ഇത് കയ്യേറ്റ ഭൂമിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് അനുമതി കൊടുത്ത പഞ്ചായത്ത് സെക്രട്ടറിയും ഓവർസിയറും അവർക്ക് അനുമതി കൊടുക്കാൻ വേണ്ടി ഈ ഡോക്യുമെൻറ്റുകൾ, പൊസഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത വില്ലേജ് ഓഫീസറും നികുതി രസീത് കൊടുത്തയാളും അതോടൊപ്പം പ്ലാനും സ്കെച്ചും ഒക്കെ വരച്ചു കൊടുത്ത റവന്യൂ അധികാരികൾ അടക്കമുള്ളവരെ വിചാരണ ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്ത് മേലാൽ ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഉണ്ടാകാതെ, ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മിതികൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഇതിനകത്ത് നിഷ്പക്ഷമായിട്ട് പറയുവാനുള്ളത്. ഇനി ആ കെട്ടിടങ്ങളോട് ചേർന്ന് അതിന് താഴെ മാധ്യമങ്ങളും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയകളിൽ, യൂട്യൂബ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ച ഏറ്റവും വലിയൊരു സംഭവമാണ് സജിത്ത് ആ കുന്നിൻ്റെ മുകളിൽ അവിടെ വലിയ ദുരന്തം വിധിച്ചുകൊണ്ട് ഏതോ മലയുടെ മണ്ടയെല്ലാം തുരന്നെടുത്തുകൊണ്ട് ഒരു വലിയ നീന്തൽക്കുളം, സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഞാൻ അതിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ആ സ്വിമ്മിംഗ് പൂളിൻ്റെ മുമ്പിൽ. ഇത് ഞാനും മീഡിയകളിലൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. എനിക്ക് നേരെ മുൻവശത്ത് മലയിൽ, പരുത്തിപ്പാറ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ആകാശ ദൃശ്യത്തിലൂടെ എടുക്കുന്ന ചിത്രങ്ങൾ കാണിച്ച് മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച് കളഞ്ഞു. വലിയ സ്വിമ്മിംഗ് പൂൾ. ഞാനിവിടെ വന്നു, ഇത് കാണുന്നു, ഇവിടെ നിൽക്കുകയാണ്. ഇത് പ്ലാസ്റ്റിക് പടുതാക്കുളം. ഇത് എന്തിനാണെന്നറിയോ? ഈ 5 ബിൽഡിങ്ങുകളുടെ വാട്ടർ ഹാർവസ്റ്റിങ്ങിന് വേണ്ടി പഞ്ചായത്ത് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വാട്ടർ ഹാർവസ്റ്റിംഗ് സെൻ്ററാണിത്, സ്പോട്ടാണ് ഇത്. അതിനുവേണ്ടി കാശിന് പഞ്ഞമുള്ളത് കൊണ്ട് ആയിരിക്കാം ഇത് പ്ലാസ്റ്റിക് പടുതാക്കുളം നിർമ്മിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു ചുറ്റും ഇവിടെ വരുന്ന ആരും ഒരു അപകടം ഉണ്ടാകാതെ വീഴാതെ ഇരിക്കുന്നതിന് വേണ്ടി സുരക്ഷിതമായിട്ട് നെറ്റ് ഇതിനകത്തേക്ക് എൻട്രി ഇല്ലാതെ ഫുൾ നെറ്റിട്ട് കവർ ചെയ്ത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇതിനകത്ത് എങ്ങനെയാണ് നീന്തി കളിക്കാൻ പറ്റുക, ഇതിനകത്ത് എങ്ങനെയാണ് ബീച്ചിന് തുല്യമായ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാഴ്ചക്കാർ
ഇത് കൃത്യമായിട്ട്, ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇവിടം വരെ പോരെ, ഈ പരുത്തിപ്പാറ എന്ന് പറയപ്പെടുന്ന മഹാ ടൂറിസ്റ്റ് സെൻ്ററാണ്, അതിൻ്റെ കൂടെ ഇവിടെ കൂടെ വന്നൊന്ന് വിസിറ്റ് ചെയ്തിട്ട് പോയി ഈ സംശയം തീർക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് ഈ കുളവുമായിട്ട് പറയാനുണ്ട്. ഇത് വാട്ടർ ഹാർവെസ്റ്റിംഗ് പോണ്ടാണ്. പഞ്ചായത്തിന് അനുമതിക്ക് വേണ്ടി ഏറ്റവും അത്യാവശ്യമായിട്ട് ഇന്ന് കെട്ടിട നിർമ്മാണത്തോടൊപ്പം ആവശ്യമുള്ള ഒരു സാധനം. അത് മാത്രമാണ് ഇതെന്നുള്ളത് ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ പറയുന്ന കയ്യേറ്റക്കാരൻ സജിത്ത് ചെയ്തിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ അനുമതിയോടെയാണ്. ആരാണ് കുറ്റക്കാരനെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഈ പറയുന്ന സജിത്തിൻ്റെ ഈ ബിൽഡിങ്ങുകളിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഡോർമെട്രിയാണ്. ആ ഡോർമെട്രിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ബോധപൂർവം ഞാൻ വന്ന് നിന്നതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസത്തെ മാധ്യമ വാർത്തകളും മറ്റും കണ്ടു കഴിഞ്ഞപ്പോൾ സുവിശേഷകരായിട്ടുള്ള ആളുകൾക്ക് പോലും സംശയമുണ്ടായിട്ടുണ്ട്. സജിത്ത് ഒരു സുവിശേഷ പ്രസംഗകന് എങ്ങനെയാണ് ഒരു റിസോർട്ട് തുടങ്ങാൻ പറ്റുക, എങ്ങനെയൊരു ഹോട്ടൽ നടത്താൻ പറ്റുക, ടൂറിസം പരിപാടികളൊക്കെ നടത്താൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയം പലരും പ്രകടിപ്പിച്ചു. എന്നെയും വിളിച്ച് പലരും ചോദിച്ചു, നേരിട്ടും ചോദിച്ചു. ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാവുന്നത്. ഈ ഹോള്, ഈ ഡോർമെട്രി കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് റിസോർട്ടാണോ, ഹോട്ടലാണോ, റെസ്റ്റോറൻ്റാണോ, എന്താണെന്നുള്ളത്. ഇവിടെ വന്ന് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രകൃതി രമണീയമായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഈ പരുത്തിപ്പാറ എന്ന് പറയപ്പെടുന്ന ഈ മനോഹരമായ ഈ ദേശത്ത് ടൂറിസം മേഖലയിൽ ഇതുപോലെ ഒരു സെൻറ്റർ പണിതുയർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് ഈ സജിത്ത് എന്ന് പറയപ്പെടുന്ന വ്യക്തിയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ഒരു സ്പിരിച്വൽ ടൂറിസം സെൻ്ററായിട്ടാണോ അദ്ദേഹം ഇതിനെ രൂപവൽക്കരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും മനോഹരമായ, അത്രയും നീറ്റായ, അത്രയും വൃത്തിയുള്ള രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം ഈ 5 ബിൽഡിങ്ങുകളിലുമായിട്ട് ആകെയുള്ള സിംഗിൾ റൂമുകൾ 7 എണ്ണമാണെന്നാണ് ഞാനിവിടെ കണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടിയത്. ബാക്കി മുഴുവൻ ഡോർമെട്രിയാണ്. മൂന്നാമത്തെ പോയിൻ്റാണ്, എങ്ങനെയാണ് ഈ കയ്യേറ്റ ഭൂമിയിൽ, സർക്കാർ ഭൂമിയിൽ, ഫോറസ്റ്റ് ഭൂമിയിൽ ഇങ്ങനെ ഒരു കുരിശ് പണിയാൻ സജിത്തിന് ധൈര്യം വന്നത്? അതെങ്ങനെ അദ്ദേഹത്തിന് പറ്റി? ആരാണ് അനുവാദം കൊടുത്തത്? അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും വാർത്താമാധ്യമങ്ങളും മുഴുവൻ ഉയർത്തിക്കാട്ടുന്നത് ഈ കയ്യേറ്റ ഭൂമിയിൽ ഉയർന്ന കുരിശിനെ പറ്റിയിട്ടാണ്. അത് തകർക്കുന്നതായിരുന്നല്ലോ 2 ദിവസം നമ്മുടെ മാധ്യമങ്ങളെല്ലാം താരം. ഈ 2.5 ഏക്കർ ഭൂമി, ഇത് ജണ്ടയ്ക്കുള്ളിലുള്ളതിനെ ഇപ്പോൾ കേരളത്തിൽ വിളിക്കുന്ന പേര് കയ്യേറ്റ ഭൂമിയാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മുടെ എല്ലാ പട്ടയ ഭൂമികളെയും കയ്യേറ്റ ഭൂമികളെന്ന് പുനർനാമകരണം ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്തതായിട്ട് വ്യക്തമാകുന്നുണ്ട്. ഞാൻ മൂന്നാമത് ഉയർത്തിയ വാദം, ഈ കയ്യേറ്റക്കാരൻ സജിത്തിന് ഈ പറമ്പിൽ, ഈ കയ്യേറ്റ ഭൂമിയിൽ ആരാണ് കുരിശ് വെക്കാൻ അധികാരം കൊടുത്തത്? ഈ കാട്ടിക്കയറി കയ്യേറ്റ ഭൂമിയിൽ കുരിശ് വെക്കാൻ ആരാണ് അനുവാദം കൊടുത്തത്? ഡോക്യുമെൻറ്റുകൾ പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നു, കയ്യേറ്റമാണെങ്കിലും അല്ലെങ്കിലും പട്ടയപ്രകാരം ആധാരം ചെയ്ത് കിട്ടിയൊരു ഭൂമി, ആ ഭൂമി സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് സജിത്ത്. കയ്യേറ്റമാണോ അല്ലയോ എന്നുള്ളത് നിയമവും നാട്ടുകാരും മാധ്യമങ്ങളും എല്ലാം കൂടെ തീരുമാനിക്കട്ടെ. ഞാൻ ഈ സ്പോട്ടിൽ ഇപ്പോൾ ഈ തകർക്കപ്പെട്ട കുരിശിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. ഈ കുരിശിൽ നിന്നും, ഈ കുരിശ് കയ്യേറ്റ ഭൂമിയിലാണ്, ഫോറസ്റ്റിലാണ് എന്ന ഒരു വാദം എല്ലാവരും ഉയർത്തുന്നുണ്ട്. ഇതിൻ്റെ സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകണമായിരുന്നു. ഞാനിവിടെ വന്നു, ഞാൻ തദ്ദേശവാസിയായ ഒരു ചേട്ടൻ്റെ കൂടെ സഹായത്തോടെ ഇത് അളക്കാനൊന്ന് പോവുകയാണ്. അദ്ദേഹത്തിന് ഞാൻ സഹായത്തിന് വിളിക്കുന്നു, കാരണം ഞാനും ക്യാമറമാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഇനി അത് സഹായത്തിന് ഒരാൾ വേണം. ചേട്ടൻ ആ മൂലയ്ക്ക് പിടിച്ചു. നിങ്ങൾ കാണുന്നുണ്ട്, ഇത് ഈ കുരിശ് നിന്നിരുന്ന സ്ഥലം, തകർക്കപ്പെട്ട് കിടക്കുന്ന കുരിശ് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അടുത്തത് നിങ്ങൾക്ക് കാണാം, ഈ ബൗണ്ടറി വോള് കാണാം, നെറ്റ് കാണാം. അവിടെ മണലുണ്ട്, എംസാൻഡ് ഉണ്ട്. അതെല്ലാം ഈ കുരിശിൻ്റെ പണിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്. കയ്യേറ്റ ഭൂമിയിൽ ഇട്ടിരിക്കുന്ന ഈ മണൽ, അതുപോലെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സിമെൻറ്റാണ് മൂടി വെച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. കുറച്ച് മെറ്റലൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം ഈ കയ്യേറ്റ ഭൂമിയിലെ അനധികൃത നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. അതിന് നമുക്ക് കാണാം, അവിടെ
ഫോറസ്റ്റിൻ്റെ കയ്യാലയുണ്ട്. ആ കയ്യാലയുടെ പുറത്ത് നാട്ടിയിരിക്കുന്ന പൈപ്പിൽ നെറ്റ് അടിച്ചിട്ടുണ്ട്. ആ നെറ്റ് നമുക്ക് കാണാം. ഇതിന് തൊട്ടപ്പുറയാണ് നമ്മൾ മുമ്പേ കണ്ട ജണ്ട. ജസ്റ്റ് ഒരു 50 മീറ്റർ മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഈ നെറ്റിൽ നിന്നും, അതിന് പുറത്ത് കിടക്കുന്ന വേലിയിലേക്ക് പിടിക്കുന്നില്ല, കയ്യാലയിലേക്ക് പിടിക്കുന്നില്ല, ആ നെറ്റിൽ നിന്നും എത്ര ദൂരത്താണ് ഈ കുരിശ് നിൽക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ 10 അടി, 11 അടി, കുരിശിൻ്റെ മധ്യഭാഗത്ത് 12 അടി. ഈ 12 അടിയോളം ദൂരത്തിലാണ് ഈ വേലിയിൽ നിന്ന് ഈ കുരിശ് നിൽക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഈ കുരിശിനെ കാണിക്കാൻ ഞാൻ ശ്രമിച്ചതിൻ്റെ കാരണം, കുരിശ് കൃഷിയാണല്ലോ വിവാദം. അദ്ദേഹത്തിൻ്റെ മെയിൻ പണി സുവിശേഷ പ്രസംഗം എന്ന പേരിൽ കുരിശ് കൃഷിയാണെന്ന് മാധ്യമങ്ങളിലൂടെ കണ്ടതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആ കുരിശാണ്. അങ്ങനെ അദ്ദേഹം ഈ 12 അടിയോളം ഫോറസ്റ്റ് ജണ്ടയിൽ നിന്ന് പോലും അതിര് മാറി അദ്ദേഹത്തിൻ്റെ കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ കുരിശാണ് തകർപ്പിട്ട് കിടക്കുന്നത്. നമുക്ക് കാണാം ചുറ്റും ആ പറമ്പിൽ തന്നെയുള്ള തേയില തോട്ടങ്ങളാണ് നമുക്ക് കാണാം. തകർക്കപ്പെട്ട കുരിശിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. നിങ്ങളൊന്ന് കാണുക ഇതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്. 1961 പട്ടയം സ്വന്തമാക്കി 4 പേരിലൂടെ കൈമറിഞ്ഞ് 5ാമത് 2021 ഈ പറയുന്ന സജിത്ത് ജോസഫിൽ വന്നു നിൽക്കുന്ന ഡോക്യുമെൻ്റുകൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ആർക്കും വ്യക്തമാകുന്ന ഒരു കാര്യം, ഇത് സജിത്ത് ജോസഫിൻ്റെ പ്രോപ്പർട്ടിയാണെന്നാണ്. അത് വന്നു കണ്ടാലും രേഖകൾ പരിശോധിച്ചാലും വില്ലേജിലെ നികുതി പൊസഷൻ എന്ത് നോക്കിയാലും അത് സജിത്ത് ജോസഫിൻ്റെ പേരിലുള്ളതാണെന്ന് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ കുരിശ് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് അധികാരം കൊടുത്തത്? നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു പുല്ലൻ്റെയും അനുവാദം അവിടെ ഒരു കുരിശ് സ്ഥാപിക്കാൻ വേണ്ട. ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കുരിശ് വെക്കണോ, ഗ്രോട്ടോ വെക്കണോ, തുളസിത്തറ ഉണ്ടാക്കണോ എന്ന് തീരുമാനിക്കുന്ന മാധ്യമങ്ങളല്ല. അത് വില കൊടുത്ത് വാങ്ങിയ ഉടമസ്ഥനാണെന്നുള്ളത് വ്യക്തമാണ്. ആ കുരിശ് തകർത്ത അധികാരികൾക്കെതിരെ നിയമ നടപടിയെടുക്കാനാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ ബഹുമാനപ്പെട്ട സജിത്തിനോട് പറയാനുള്ളത്. അത് തകർക്കാൻ അവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഇതിനു വേണ്ടി പ്രോത്സാഹനം കൊടുത്ത മാധ്യമങ്ങളടക്കം കുറ്റവിചാരണ ചെയ്യണം. ഒരു കാര്യം മാത്രം ഉറപ്പാ, ക്രിസ്ത്യാനിയുടെ കുരിശ് മാത്രമാണ് ഇവിടെ മാധ്യമങ്ങൾക്കും ഇവിടെയുള്ള സമൂഹത്തിനും പ്രശ്നമെന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ്. സജിത്ത് എന്ന സുവിശേഷ പ്രഘോഷകനെ ഇല്ലാതാക്കാനുള്ള ഈ ഗൂഢനീക്കത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതിൻ്റെ പുറകിൽ സുവിശേഷ വിരോധികൾ മാത്രമാണ് എന്നുള്ളത് വ്യക്തമാണ്. ഈ ആരോപണങ്ങൾ അത് ഡോക്യുമെൻ്റുകൾ പരിശോധിച്ചാലും ഈ ഞാൻ മുമ്പേ കാണിച്ച വസ്തുതകളിൽ നിന്നും ഡോക്യുമെൻ്റുകളിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമാകും. ഞാൻ നിർത്തുകയാണ്. ഒത്തിരി അരിശത്തോടെയും വേദനയോടെയുമാണ് ഞാനിവിടെ വന്നത്. വേറൊന്നും കൊണ്ടുമല്ല. ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, ഒരു സുവിശേഷകനിൽ നിന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ശ്രീ സജിത്ത് ചെയ്തതായിട്ട് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അതിൻ്റെ സത്യം അറിയാൻ വേണ്ടി തന്നെയാണ് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഇവിടെ വന്നത്. സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്ക് വേദനയാണ്. അല്പസമയത്തേക്കെങ്കിലും അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു പോയി എന്നതിനെ ഓർത്ത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാര്യത്തിൽ വ്യക്തത ഇനിയും വേണമെന്നുള്ളവർ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പരുന്തംപാറയിൽ വരണം, ഈ സ്ഥലത്ത് വരണം. പ്രകൃതിയെ വെട്ടിക്കീറാതെ, ഇടിച്ചു നിരത്താതെ, കീറി മുറിക്കാതെ 5 ബിൽഡിങ്ങുകളായിട്ട് ഈ 10,000-നടുത്ത് വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നും ഇവിടുത്തെ മരങ്ങളെയും പ്രകൃതിയെയും എങ്ങനെയാണ് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതെന്നും അതോടൊപ്പം എന്തൊക്കെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ ഭൂമി വാങ്ങിയതെന്നും ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും വിവാദമായ കുരിശ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം. മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളുടെ റേറ്റിങ്ങിന് വേണ്ടി, നിങ്ങളുടെ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി, പരസ്യ വരുമാനത്തിന് വേണ്ടി ഇതുപോലെ ക്രൂരമായിട്ട് നിങ്ങൾ ഒരിക്കലും
പെരുമാറാൻ ഇടവരാതിരിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണം. തകർക്കാൻ എളുപ്പമാണ്. ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കാം. നാളെ ഈ കാര്യം സത്യമല്ല, നിങ്ങൾ പറഞ്ഞതുപോലെയല്ല, നിങ്ങൾ പ്രചരിപ്പിച്ചതുപോലെയല്ല, ഇന്ന് കേരള സമൂഹവും ലോകം മുഴുവനുമുള്ള മലയാളികളും അറിഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ. സജിത്ത് ഒരു കയ്യേറ്റക്കാരനല്ല. ഇത് അദ്ദേഹം കാശ് കൊടുത്ത് വാങ്ങിയതാണ്. ഈ ഭൂമി പട്ടയ ഭൂമിയാണ്. ഇത് സർക്കാരിൻ്റെ ഫോറസ്റ്റ് അല്ല എന്ന കാര്യം തെളിവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ആ വ്യക്തിയോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ സ്നേഹിതരോടും ഒക്കെ നീതി പുലർത്തിക്കൊണ്ട് എത്ര പേർക്ക് നിങ്ങൾക്ക് തിരുത്തി വാർത്ത കൊടുക്കാനുള്ള ധൈര്യമുണ്ടാവും? നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ചെയ്യാനും കൂടെയുള്ളൊരു ബാധ്യത നമുക്കുണ്ട്. ഒളിച്ചോടലല്ല. ഇത്രയും ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടുമല്ല. നിങ്ങളിൽ പലരും ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കയ്യേറ്റക്കാരനാണ്, ഇവിടെ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞവർ പലരും വാർത്ത മാറ്റി ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പോൾ പറയാൻ തുടങ്ങി അല്ലേ? പലരും പറഞ്ഞില്ലേ, ഈ ഭൂമിയല്ല വേറെ ഏതൊരു ഭൂമിയാണ് കയ്യേറിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങോട്ട് പോകുന്നു, എവിടെയാണ് വസ്തുതകൾ? ഇത് കേൾക്കുന്നവരും ഇത് കാണുന്നവരും നമ്മൾ മാധ്യമങ്ങളെ വിലയിരുത്തേണ്ടതും എങ്ങനെയാണ്, അവരുടെ വാർത്തകൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പരിശോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിനുശേഷം മാത്രം ഒരാളെ വിധിക്കാൻ, ഈ മാധ്യമ വാർത്തകളുടെ പേരിൽ ഒരാളെ വിധിക്കാൻ വേണ്ടി മാത്രം നമ്മൾ തയ്യാറാക്കുക. ഇനി ഇതിൻ്റെ പേരിൽ ജസ്റ്റിനെ തെറി പറയാനും ഒരു പറ്റം ആളുകളുണ്ടാവും. അത് ഞാൻ സ്വീകരിക്കുന്നു. ആ ബോധ്യത്തോടെ തന്നെയാണ് ഞാൻ ഈ പ്രത്യേക വീഡിയോയുമായിട്ട് ഞാൻ ഇറങ്ങിയത്. അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം എനിക്ക് ബോധ്യം വന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാര് സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ആ വ്യക്തിയോട് തോന്നിയ കലിപ്പ്, ദേഷ്യം, അരിശം, സങ്കടം, അദ്ദേഹത്തിലൂടെ സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനും ഉണ്ടായ വേദനകൾ അതോർത്തിട്ടാണ് ഞാനിവിടെ വന്നത്. അതെനിക്ക് മാറിക്കിട്ടി. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി മറ്റ് ഒരു കാര്യം കൂടെ ചോദിക്കുമായിരിക്കും, ജസ്റ്റിൻ എന്തിൻ്റെ സൂക്കേടാണെന്ന്. ജസ്റ്റിനൊരു സൂക്കേടുണ്ട്. ഞാനും ഒരു ക്രിസ്തീയ വിശ്വാസിയാണ്, സജിത്തും ഒരു ക്രിസ്തീയ വിശ്വാസിയാണ്. എൻ്റെ കൂടെയുള്ള ഒരാൾ തെറ്റിൽ ജീവിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തെ തിരുത്തണമെന്ന ലക്ഷ്യത്തോടെ ഞാൻ വന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയെ ചേർത്ത് പിടിക്കാനുള്ളൊരു ബാധ്യത എനിക്കുണ്ട്. കാരണം ഞാൻ സമുദായത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി ഓടി നടന്നൊരു പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ജസ്റ്റിൻ എന്ന് പറയപ്പെടുന്ന ഞാൻ. അതുകൊണ്ട് തന്നെ ആ സമുദായ സ്നേഹം കൊണ്ട് തന്നെ എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ പക്ഷം ചെയ്യാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഞാൻ ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം. ഇന്നലത്തെ സജിത്തിനെയല്ല, നാളെ വരാൻ പോകുന്ന സജിത്തിനെയല്ല, ഇപ്പോൾ സജിത്ത് എന്ന് പറയപ്പെടുന്ന ആരോപിതനായ കയ്യേറ്റക്കാരനെ ഈ സമയത്ത് ഞാൻ ചേർത്ത് പിടിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പക്ഷത്താണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് രേഖകൾ കൊണ്ടുള്ള ന്യായമെന്നത് ഇവിടെ വന്ന് ഇതെല്ലാം പരിശോധിച്ച് കണ്ട് ഈ നാട്ടുകാരോടും ഈ ദേശത്ത് താമസിച്ചവരോടും 60, 70, 80 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരോടും ചോദിച്ചൽ വെച്ചിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് സത്യം മനസ്സിലായെങ്കിൽ ഈ അസത്യത്തെ ഹൃദയത്തിൽ കയറ്റിയവരിലേക്ക് ഈ സത്യം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി മാക്സിമം ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങളിത് പങ്കുവെക്കണം. എന്നിട്ട് നിങ്ങൾ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സജിത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ സജിത്തിനെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവർക്ക് വേണ്ടിയും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സുവിശേഷ വിരോധികൾക്ക് വേണ്ടിയിട്ടും ഇതിൻ്റെ പേരിൽ പീഡിതരാകാൻ പോകുന്ന, ഇതിൻ്റെ പേരിൽ കുറ്റാരോപിതരാകാൻ പോകുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അവരും നമ്മുടെ സഹോദരന്മാരാണ്. അവർ തെറ്റുതിരുത്താനുള്ള മനോധൈര്യം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.